ഇന്ന് രാവിലെ തന്നെ എണീറ്റ് വളരെ പ്രതീക്ഷയോടെ നമ്മളൊന്ന് മലപ്പുറം വരെ പോവാണ്. വേറെ ഒന്നിനുമല്ല, എന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു 2-3 വർഷമായിട്ടുണ്ടാവും ഞാൻ ഈ ബാക്ക് പെയിൻ കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. ആദ്യം ചെറുതായിട്ട് ബാക്കിൽ ഒരു ഇൻഫ്ലമേഷൻ പോലെ വന്നിരുന്നു, പിന്നെ അത് ഡിസ്ബൾജ് വരെ എത്തി. 3-4 സ്ഥലത്തായിട്ട് ഞാൻ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ഇതിപ്പോ എന്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. കുറച്ചു കാലം മുമ്പേ ഞാനൊരു ട്രഡീഷണൽ ട്രീറ്റ്മെന്റ് നടത്തുന്ന ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് വേറെ ആരെയോ മർമ്മം പിടിച്ചിട്ട് അവർ അലർന്ന് കേട്ട് ടെൻഷനായിട്ട് ഞാൻ പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇന്ന് ഞാൻ എന്റെ സകല ധൈര്യവും സംഭരിച്ചുകൊണ്ടാണ് അതിന്റെ ഉള്ളിൽ കയറിയെന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നമുക്ക് 15 ദിവസം മരുന്നും ഓയിലൊക്കെ തന്നിട്ടുണ്ട്. എക്സാം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പെയിൻ ആയിരുന്നു കേട്ടോ. ഓവർ സ്ട്രെയിൻ ചെയ്തിട്ടൊക്കെ ആവാം. കൂടാണ്ട് എന്റെ 2 കാലും തരിപ്പും അതുപോലെ ട്വിംഗ്ലിംഗ് ആവണ പോലെ ഉണ്ടായിരുന്നേ. അങ്ങനെ ടെൻഷനായിട്ടാണ് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഒന്നും നോക്കാണ്ട് ക്ലാസിക്കൽ ലീവ് എടുത്ത് ട്രീറ്റ്മെന്റിന് വന്നേക്കുന്നത് കേട്ടോ. ഇപ്പൊ ഇന്ന് ഡോക്ടർ പറയുകയും ചെയ്ത് ചെറുതായിട്ട് കാലിലേക്ക് ഇറങ്ങുന്നുണ്ട് എന്നുള്ളത്. പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റും സ്ട്രെച്ചിങ്ങും മെഡിസിനും ഒക്കെ കൊണ്ട് ഇത് ക്യൂർ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ആക്ച്വലി ഇത് കുറച്ച് കാലമായിട്ട് എന്റെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ എന്റെ ഒരു റുട്ടീൻ പോലെ ഒരു ലൈഫിന്റെ ഭാഗമായിട്ട് ഇത് മാറിയിരിക്കാണ് കേട്ടോ. പക്ഷെ ഇത് നമ്മളെ കൂടുതൽ ആൾക്കാരെയും കൂടി ബാധിക്കും കേട്ടോ. അതാണ് എന്നെ ഭയങ്കര സ്ട്രെസ് ആക്കുന്നത്. നമ്മളിങ്ങനെ ബസ്സിൽ വരുമ്പോൾ സ്ക്രീനിന്റെ മൊത്തം സോനം വാങ്ചുക്കും ഹങ്കർ സ്ട്രൈക്കും ജന്തർ മന്ത്രൊക്കെ ആയിരുന്നു. നമ്മളൊരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത്, എന്നിട്ടും എന്തൊരു അപമാനമാണല്ലോ അത്.